നാണം ഉണ്ടോ നിനക്ക്? എസ്കേയുടെ പിന്നി കയറിയിരുന്ന് ചുറ്റാൻ. ഞാൻ എന്തിനാ നാണിക്കുന്നേ? ഞാൻ അവന്റെ ഏട്ടത്തി അമ്മയാ. അത് സ്ഥാനം കൊണ്ട്. പക്ഷെ പ്രായം കൊണ്ടോ? ആ ഭ്രാന്തന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? നിർത്തടി. നീ എന്താ പറഞ്ഞു വരുന്നേ? ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയതിന്റെ ഭ്രാന്തിനകത്താ അവൻ ജീവിക്കുന്നത്. ഇനി നീ കൂടി അവനെ ഭ്രാന്തനാക്കരുത്. മിണ്ടി പോരുത്. നിന്റെ നാറിയ നാവ് കൊണ്ട് ഇനി ഒരു അക്ഷരം പറഞ്ഞ അത് ഞാനിങ്ങ് പറിച്ചെടുക്കും. എനിക്കറിയാം നിന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന്. എസ്കേയുടെ രോഗം ഒരിക്കലും ഭേദമാവരുത്. ജീവിതകാലം മുഴുവൻ അവൻ ഭ്രാന്തനായിട്ട് നടക്കണം. നീ ഇപ്പൊ പറഞ്ഞ വാക്കുകളൊന്നും അങ്ങനെ വെറുതെ നിന്റെ നാവിൽ നിന്ന് വീണതല്ല. നീ അളന്നു കുറിച്ച് പറഞ്ഞതാ. എന്തിനു വേണ്ടി? എസ്കെ വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഏത് നിമിഷവും അവന്റെ ഭ്രാന്തിനെ കുറിച്ച് മാത്രമാ നിന്റെ സംസാരം. അവനെ ഭ്രാന്താശുപത്രിയിൽ തിരിച്ചു കൊണ്ടുവിടണമെന്ന് മാത്രമേ നിനക്ക് പറയാനൂ ഉള്ളൂ. ഒളിഞ്ഞും തെളിഞ്ഞും നീ അതിനു വേണ്ടി കരുക്കൾ നീക്കുന്നുണ്ട്. എന്താ അതിന്റെ രഹസ്യം? നിനക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. സത്യം പറഞ്ഞപ്പോ ഞാൻ കുറ്റവാളിയായി, രഹസ്യക്കാരിയായി. മതി. മേലിൽ എസ്കെയുടെ കാര്യത്തിൽ നീ ഇടപെടരുത്. എസ്കെയെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ അവനെ നോക്കാനും എനിക്കറിയാം. നിന്റെയൊക്കെ കൺമുന്നിലൂടെ ഞാൻ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. കഴിയില്ലടി. അതിനു മുൻപേ എസ്കെ നിന്റെ ജീവൻ എടുക്കും. സുപ്രിയാന്റിയുടെ ജീവൻ എടുത്തതുപോലെ. നിന്നെപ്പോലെ സുപ്രിയാന്റിയും അവന്റെ ബൈക്കിന്മേൽ കയറിയ അവസാന പോക്ക് പോയത്. അത് പറഞ്ഞ് നീ എന്നെ ഭയപ്പെടുത്തണ്ട. സുപ്രിയ അല്ല ജ്യോതി. എനിക്ക് പിന്നിലും കണ്ണുണ്ട്. സുപ്രിയയുടെ ജീവനെടുത്ത പോലെ എന്റെയും ജീവനെടുക്കാന്ന് നിനക്ക് വല്ലാത്ത ആഗ്രഹമുള്ളതുപോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നത്. പക്ഷെ നിന്റെ ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ജ്യോതി ഒരു കാര്യം തീരുമാനിച്ചാ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. നിനക്കറിയാലോ മായേ. എസ്കെയുടെ അസുഖം ഭേദമാക്കി അവനൊരു കല്യാണവും കഴിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്മാറും. ഞാൻ അവന്റെ ഏട്ടത്തി അമ്മയാടി. ഭ്രാന്തന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും പോലും ബുദ്ധിമതിയാ നീ. വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്ന ബുദ്ധിമതി. പക്ഷേ സുപ്രിയാന്റിയുടെ വിധി തന്നെയാ നിന്നെയും കാത്തിരിക്കുന്നത്. What happened? Jyoti! Jyoti! Hey, bakery! What is this, my son? നീ എന്നാ ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നേ? അവളെവിടെ? ആ ബേക്കറി. ബേട്ടാ, ഇനി അവളെ അങ്ങനെ വിളിക്കരുത്. She is your wife. വരുന്നുണ്ട് ജ്യോതി. എന്താ ചേട്ടാ വിളിച്ചേ? നീ എന്തായി കാണിക്കുന്നേ? അമ്മ ഇതിൽ ഇടപെടരുത്. ഇങ്ങോട്ട് വരാൻ. എന്താ എന്താണെന്ന് പറ. അമ്മേ, വിട് പ്ലീസ്.
വിട്. വാങ്ങിട്ടോ. 10 മിനിറ്റിനുള്ളിൽ പോകാൻ റെഡിയായിരിക്കണം. എങ്ങോട്ട്? അതൊക്കെ അവിടെ ചെല്ലുമ്പോ പറയാം. ഹലോ, ഇതെന്താ വല്ല രാജഭരണമാണോ? എങ്ങോട്ടാന്നറിയാതെ ഞാൻ വരുമൊന്നുമില്ല. നിങ്ങൾ എന്നെ വല്ലയിടത്തും കൊണ്ടേ കൊന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. വേഗം റെഡിയാവും പോയിട്ട്. അല്ല, സത്യം പറയൂ, എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഷെടാ, ഇങ്ങനെ സസ്പെൻസ് ഇട്ടാൽ എങ്ങനെയാ? എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേന്ന് ഞാൻ അറിയണ്ടേ? ദേ, എന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. മര്യാദയ്ക്ക് പറയാ, എവിടെ പോവാനാ നിങ്ങൾ എന്നെ വിളിക്കുന്നേ? തൽക്കാലം നീ അറിയണ്ട. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരുമ്പോ നീ റെഡി ആയില്ലെങ്കിൽ ഈ വേഷത്തോടെ വലിച്ചു വാരി വണ്ടിയിലിട്ട് കൊണ്ടുപോകും. മനസ്സിലാടി ബേക്കറിക്കാരി? നിക്ക് 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 നിക്ക്. അല്ല, ഇത് എന്ത് ന്യായം? ഇത് എന്ത് നീതി? ഈ അന്യായം ഞാൻ അനുവദിച്ചു തരില്ല ഹിറ്റ്ലറെ. ആഹാ, എന്നോടാ കളി? ഹിറ്റ്ലർ നീതി പാലിക്കുക, ഹിറ്റ്ലർ നീതി പാലിക്കുക, അമരാവതിയിലെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുക, താൻ പോരായ്മയ്ക്കും ഹിറ്റ്ലറുടെ കയ്യൂക്കിനും വിലക്ക് പ്രഖ്യാപിക്കുക, ഹിറ്റ്ലർ നീതി പാലിക്കുക, ഹിറ്റ്ലർ നീതി പാലിക്കുക. പോയ അല്ല, ഹിറ്റ്ലർ എന്നെയും കൊണ്ടിട്ട് എവിടെ പോകാനായിരിക്കും ഇത്രയ്ക്കിങ്ങ് വെപ്രാളം കാണിക്കുന്നത്? ചിത്രേ, ഡി കെ എന്തിനാ ജ്യോതി കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയത്? ആ, അതെങ്ങനെ എനിക്കറിയാം? അതറിയണമെങ്കിൽ ഡി കെയോട് തന്നെ പോയി ചോദിക്കണം. ചോദിക്കണമെങ്കിൽ ചോദിക്കും, എനിക്കതിന് മടിയൊന്നുമില്ല. ആ ജ്യോതിയുടെ ബാലായിട്ട് നടന്നേ നീ ഞങ്ങളോട് തർക്കുത്തരം പറയാറായോ? അതെ, ഞാൻ തലയും അല്ല ബാലും അല്ല. അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് ആയാ മതി. നോക്ക്, നിക്കടി. ഡി കെയും കൊണ്ട് നീ എങ്ങോട്ട് പോവാടി? ഞങ്ങളൊരു ഹണിമൂൺ ട്രിപ്പിന് പോവാ. എന്തേ, വരുന്നോ? നീ ജ്യോതിമോളെ കൊണ്ട് എങ്ങോട്ട് പോവുക? അതൊക്കെ തിരിച്ചു വന്നിട്ട് പറയാം. അത് പറ്റില്ല, എനിക്കറിയണം. ഇത്രക്ക് ധൃതി പിടിച്ച് നീ ഇവളെ കൊണ്ട് എവിടെ പോവാ? ജ്യോതി, നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അവൻ പറഞ്ഞത്? ആ, എന്നോടൊന്നും പറഞ്ഞില്ല. ദേവ, നീ അമ്മേ, സംസാരിച്ചു നിൽക്കാൻ എനിക്കിപ്പോ സമയമില്ല. നീ വാ. മോളെ, അമ്മ പേടിക്കണ്ട, ഞാൻ എന്റെ ഭർത്താവിനൊപ്പം അല്ലേ പോകുന്നേ. പോയിട്ട് വരാം. എസ്കേ, എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഡി കെ ജ്യോതിയും കൊണ്ട് പോയതിനാണോ ഈ ദേഷ്യം? ഡി കെ അങ്ങനെയാ, ചിലപ്പോ
ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറിക്കളയും. പക്ഷേ ഇപ്പൊ ഇങ്ങനെ ബഹളം വെക്കാനും ജ്യോതിയെ പിടിച്ചിറക്കിക്കൊണ്ടു പോകാനും വ്യക്തമായ കാരണമുണ്ട്. എന്ത് കാരണം? ഞാൻ പറഞ്ഞ SK വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പറയേ, എന്താ കാര്യം? വിശ്വാസമാണെങ്കിൽ ഞാൻ പറയാം. രാവിലെ ജ്യോതി SKയുടെ ബുള്ളറ്റിൽ കയറിയില്ലേ? അതിനെന്താ? ജ്യോതി എന്റെ ബുള്ളറ്റിലല്ലേ കയറിയത്? അത് DKക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം ഭാര്യയല്ലേ. അനിയനാണെങ്കിലും SK വേറൊരു പുരുഷനല്ലേ. ഏത് ഭർത്താവിനായാലും തോന്നുന്ന ഒരു 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 ഇഷ്ടക്കേട്, അത്രയുള്ളൂ. ഏട്ടൻ ജ്യോതി കൊണ്ട് എവിടെയാ പോയത്? അതറിയില്ല. പക്ഷേ ഇനി ജ്യോതി എവിടേക്ക് കേറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ജ്യോതിയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് DK നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതല്ലേ. എന്തിന്? ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതല്ലേ. ഉപേക്ഷിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ കാണും. എന്തായാലും ഇന്നത്തോടെ ജ്യോതിയുടെ അമരാവതിയിലെ ജീവിതം തീർന്നെന്നാ തോന്നുന്നത്. അപ്പൊ സംഗതി ഏറ്റു. ഹലോ ചേട്ടാ. ഹിറ്റ്ലർ ചേട്ടാ, എന്നത് എങ്ങോട്ട് കൊണ്ടുപോവാ? കൊല്ലാൻ. ആ, അത് ശരി. ആട്ടെ, എങ്ങനെ കൊല്ലാനാ പ്ലാൻ? കഴുത്തിഞ്ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനോ, അതോ ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു കൊല്ലാനോ? ഇത് രണ്ടുമല്ല. പിന്നെ എന്താ പ്ലാൻ? അതിപ്പോ നീ അറിയണ്ട. അത് കൊള്ളാം. തൂക്കിക്കൊല്ലാൻ പോകുന്ന പ്രതിയോട് പോലും അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിക്കും. നിങ്ങൾ എന്താ എന്നോട് അതുപോലും ചോദിക്കാത്ത? നിന്നെ തൂക്കിക്കൊല്ലാൻ എനിക്ക് ഉദ്ദേശമില്ല. പിന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം. അത് ശരി. അപ്പൊ പൂരം കാണാൻ പോവാ? തൃശൂർ പൂരാണോ അതോ നെന്മാറ വേലയോ? പറയത്തില്ലല്ലേ? വേണ്ട. അതെ, എന്തിനാ എന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? എന്റെ ചേട്ടാ, നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എന്തിനാ നിങ്ങൾക്ക് ഇത്ര ആലോചനയും ടെൻഷനും ഒക്കെ? ആർക്കാ ടെൻഷൻ? പക്ഷെ നിന്നെ പോലൊരു നോൺസെൻസിനെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കൊള്ളാം.
ഇത്രയ്ക്ക് നോൺസെൻസ് എന്ന് പറയാനും മാത്രം അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? നിങ്ങളുടെ അനിയനെ തിരിച്ചു കൊണ്ടുവന്നതോ? അതോ നിങ്ങളുടെ മരുമക്കളെ എല്ലാരും കൂടി അയാളെ ഭ്രാന്താശുപത്രിയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചപ്പോ അതിന് സമ്മതിക്കാതെ അയാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതോ? നീ എന്റെ അനിയനെ തിരിച്ചു കൊണ്ടുവന്നതും അവനിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. അതല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. പിന്നെ ഒരു കൊല്ലം, അടുത്ത ആഴ്ചയാകുമ്പോ ഒരു കൊല്ലമാവും നീ എന്റെ തലയിൽ വന്ന് കേറിയിട്ട്. ഇനിയും നിന്നെ അമരാവതിയിൽ നിർത്താൻ എനിക്ക് കഴിയില്ല. ഇത്രയ്ക്ക് ചിരിക്കാൻ ഞാനത് കോമഡി പറഞ്ഞതല്ല. നിങ്ങൾ എന്തൊരു പേടിത്തൊണ്ടനാ ഹിറ്റ്ലറെ. നിങ്ങളുടെ ഭാര്യയായിട്ട് ആജീവനാന്തം ആ വീട്ടിൽ ജീവിക്കാന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ചേട്ടാ. എനിക്കറിയാം, ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവളാ. അതിനിടയ്ക്ക് ചേട്ടൻ എന്തിനാ ഇത്രയ്ക്ക് അങ്ങോട്ട് വെപ്രാളം കാണിക്കുന്നത്? നീ തിരിച്ചു പോകുന്ന എന്താ ഉറപ്പ്? അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാക്കാണ് അതിന് ഉറപ്പ്. നിന്റെ വാക്കല്ലേ, അതിലെനിക്ക് അത്ര വിശ്വാസമില്ല. ഈയിടെയായി നിന്റെ കുട്ടിക്കളി കുറച്ച് കൂടുന്നുണ്ട്. ശിവയെ മുന്നിൽ നിർത്തി എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. അവന് നിന്നോടുള്ള അടുപ്പം വല്ലാതെ കൂടുന്നു. ഓ അത്. ഹലോ ഹിറ്റ്ലറെ, ഞാൻ അവന്റെ ഏട്ടത്തിയമ്മയാ. ആ പാവത്തിന്റെ അസുഖം മാറുന്നത് വരെയെങ്കിലും ശിവ അങ്ങനെ വിശ്വസിച്ചോട്ടെ. അതവനിപ്പോ വലിയൊരു ആശ്വാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? നീ അമരാവതി തന്നെ വേണമെന്ന് അവന് നിർബന്ധം പിടിച്ചാലോ? ആ പേര് പറഞ്ഞ് നീ പിന്നെയും അമരാവതി തന്നെ കടിച്ചു തൂങ്ങും. അത് വേണ്ട. അതുകൊണ്ട് നീ ഇനി ഒരു നിമിഷം കൂടി അമരാവതിയിൽ നിന്നുകൂടാ. നിന്നെ സരോവരത്തിൽ തിരികെ കൊണ്ടുവിടാൻ പോവാ. ഓ അത് ശരി. അപ്പൊ അതാണ് ഈ വെപ്രാളം കാണിച്ചതിന്റെ കാര്യം അല്ലേ ഹിറ്റ്ലറെ? എന്റെ പൊന്നി ഹിറ്റ്ലർ ചേട്ടാ, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരു ആത്മാർത്ഥതയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്നെ തിരിച്ചുകൊണ്ട് വിടുന്നതിന്റെ കാരണവും ഇതല്ല. എന്തായാലും കഴിഞ്ഞ ഒരു കൊല്ലം നിങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് നിങ്ങളെ ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തോ ചെറിയൊരു ഇളക്കം തട്ടിയിരിക്കുന്നു. പക്ഷേ അതിന്റെ കാരണം എന്താന്ന് എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. നിനക്ക് ഈ സ്ഥലം ഏതാണെന്നറിയോ? പണ്ട് സുപ്രിയയും ഞാനും കൂടി ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു. അവൾക്കിവിടം വല്ലാത്ത ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. അവളായിട്ട് എന്റെ തലയെ കയറ്റി വെച്ചൊരു ഭാരം ഇറക്കി വെക്കാൻ തീരുമാനിച്ചപ്പോ അവളുടെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ വന്നൊന്ന് പറയാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. ശരിയാ, നീ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശിവയുടെ കാര്യത്തിൽ അത് കുറച്ച് അധികമാവുന്നു എന്നെനിക്ക് മനസ്സിലായി. എന്ന് കരുതി അതൊന്നും നിനക്ക് അമരാവതിയിൽ നിൽക്കാനുള്ള ലൈസൻസ് അല്ല. നാളെ അവൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാ ഇപ്പൊ തന്നെ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവിടുന്നത്. നീ എന്താ പ്രാർത്ഥിച്ചത്? എന്തായാലും സുപ്രിയക്ക് വിശ്വാസമുള്ള സ്ഥലമല്ലേ?
അപ്പൊ എനിക്കും ഈ ദൈവത്തെ വിശ്വാസം. എന്റെ പ്രാർത്ഥന സുപ്രിയ കേട്ടിട്ടുണ്ടാവും. നമുക്ക് പോവാം.